السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട എൻ്റെ ശ്രോതാക്കളെ, അള്ളാഹു നമ്മുടെ നോമ്പും നമ്മുടെ തറാവീഹും നമ്മുടെ വിത്റും നമ്മുടെ എല്ലാ കർമ്മങ്ങളും പടച്ചവൻ സ്വീകരിക്കട്ടെ. വേണ്ടതുപോലെ അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മളൊക്കെ നോമ്പനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ്. നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സംശയങ്ങളൊക്കെ എൻ്റെ ശ്രോതാക്കൾക്ക് കാണും. അത് എല്ലാവർക്കും ഉള്ളതാണ്. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, നോമ്പിൻ്റെ ഫർളുകൾ. നോമ്പിനിക്ക് 2 ഫർളുണ്ട്. ഒന്ന് നിയ്യത്ത്. നോമ്പിനിക്ക് എത്ര ഫർളുണ്ട്? 2 ഫർള്. ഒന്ന് നിയ്യത്ത്. ആ നിയ്യത്ത് എപ്പോഴാണ് ചൊല്ലേണ്ടത്? രാത്രിയിൽ തന്നെ ചെയ്യണം. ഫർള് നോമ്പാകുമ്പോൾ സുബഹിക്ക് പ്രഭാതത്തിന് മുമ്പ്, ഫജ്റിന് മുമ്പ് ഫർള് നോമ്പിൽ നമ്മൾ നിയ്യത്ത് ചൊല്ലിയിരിക്കണം. നവൈതു സൗമഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാആയ ഫർളായ റമളാൻ മാസത്തിലെ നാളത്തെ നോമ്പിനെ അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ അനുഷ്ഠിക്കുന്നു. ഞാൻ പിടിച്ചു വീടാൻ കരുതി. നാളത്തെ നോമ്പെന്ന് പറയുമ്പോൾ അവിടെയും സംശയമുണ്ട്. ഞാനിപ്പോൾ രാത്രി 12 മണിക്ക് ശേഷം നാളത്തെ നോമ്പെന്ന് പറയേണ്ടതുണ്ടോ ഉസ്താദേ എന്ന് ചോദിക്കുന്നവരുണ്ട്. തീർച്ചയായും നമുക്ക് നോമ്പാകുന്നത് എപ്പോഴാ? പ്രഭാതം, സുബഹി മുതലാണ്. അപ്പോൾ നാളത്തെ നോമ്പ് നമുക്ക് നോമ്പാകുന്നത് പ്രഭാതം മുതലാണ്. അപ്പോൾ നാളത്തെ നോമ്പ് എന്ന് തന്നെ സുബഹിക്ക് 5 മിനിറ്റ് മുമ്പ് ചെയ്താലും നിയ്യത്ത് ചെയ്താലും അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. ഈ നിയ്യത്ത് മറന്നുപോയാൽ നോമ്പില്ല. ഫർള് നോമ്പാകുമ്പോൾ അതിന് നിയ്യത്ത് പ്രഭാതത്തിന് മുമ്പ് തന്നെ ചെയ്യണം. അങ്ങനെ ഒരാൾ നിയ്യത്ത് മറന്നുപോയാൽ അയാൾക്കന്ന് നോമ്പില്ല. പിന്നെ വേണമെങ്കിൽ അയാൾക്ക് നോമ്പുകാരനെ പോലെ നിൽക്കാം, ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട്. എന്നിട്ട് ഈ നോമ്പ് ഖളാ വീട്ടണം. അതിനെന്താ? നിയ്യത്ത് ചൊല്ലാൻ സാധിച്ചില്ല, മറന്നുപോയി. എന്നാൽ സുന്നത്ത് നോമ്പാണെങ്കിൽ പ്രഭാതത്തിന് ശേഷവും നിയ്യത്ത് വെക്കാം, കുഴപ്പമില്ല. പ്രഭാതത്തിന് മുമ്പ് ചെയ്യലാണ് നല്ലത്. എന്നാൽ ഒരാൾ മറന്നുപോയി അല്ലെങ്കിൽ ചെയ്തില്ല, എന്നാൽ പ്രഭാത ശേഷവും നിയ്യത്ത് വെക്കാം. ഏത് നോമ്പാണെങ്കിൽ? സുന്നത്ത് നോമ്പാണെങ്കിൽ. ഫർള് നോമ്പാണെങ്കിൽ അങ്ങനെ പറ്റുകയില്ല. അപ്പോൾ നോമ്പിനിക്ക് 2 ഫർള്. ഒന്ന് നിയ്യത്ത്, 2 നോമ്പ് മുറിഞ്ഞു പോകുന്ന സംഗതികളിൽ നിന്ന് മാറി നിൽക്കുക. എന്തൊക്കെ സംഗതികളുണ്ടോ അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം. അതാണ് നോമ്പിൻ്റെ 2ാമത്തെ ഫർള്. അപ്പൊ ചോദിക്കും, നോമ്പ് മുറിഞ്ഞു പോകുന്ന സംഗതികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഉള്ളിലോട്ട് ഇറങ്ങിപ്പോവുക, അപ്പോൾ നോമ്പ് മുറിയും. അപ്പോൾ ചോദിക്കും, ഉസ്താദെ തുപ്പലിന് കുഴപ്പമില്ല, നമ്മുടെ ഉമിനീരിന് കുഴപ്പമില്ല. കഫം, നമ്മുടെ തൊണ്ടയിൽ കിടന്ന് വലിയുന്ന കഫം, അതൊരു വിഷയമല്ല. അത് തൊണ്ടയ്ക്ക് പുറത്തോട്ട് നമ്മൾ ഇങ്ങനെ കാറി പുറത്ത് നാക്കിൽ വന്നു, നമ്മുടെ നാക്കിൽ വന്നു കഫം, പിന്നീട് നമ്മൾ അങ്ങ് വിഴുങ്ങി, അത് നോമ്പ് മുറിയും. മറിച്ച് തൊണ്ടയിലെ പുറത്തോട്ട് വരാത്ത കഫം തൊണ്ടയിൽ കിടന്ന് വലിഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങിപ്പോയാൽ അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. നമ്മുടെ നാക്കിലെ വായുടെ തുറന്ന ഭാഗത്തേക്ക് കഫം വന്നിട്ട് പിന്നീട് റിപ്പീറ്റ് തന്നെ നമ്മളങ്ങ് വിഴുങ്ങിയാൽ നോമ്പ് മുറിഞ്ഞു പോകും. അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി മറന്നുകൊണ്ട് ഒരാൾ ഭക്ഷണം കഴിച്ചുപോയി, അയാൾക്കറിയില്ലായിരുന്നു നോമ്പാണെന്ന്. അയാൾ ഇച്ചിരി ഭക്ഷണം കഴിച്ചപ്പോഴാണ് മറ്റൊരാൾ ഇയാൾക്ക് നോമ്പല്ലേ എന്ന് ഓർമ്മപ്പെടുത്തിയത്. എന്നാൽ നോമ്പ് മുറിയൂല, മറന്നുകൊണ്ടായതുകൊണ്ട്. കാര്യം പുന്നാര പ്രവാചകൻ പറഞ്ഞു, അയാളെ തീറ്റിപ്പിച്ചത് അള്ളാഹു അല്ലേ, അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. ബാക്കി മനസ്സ് അള്ളാഹു കാണുന്നുണ്ടല്ലോ. അത് നമ്മൾ ഗഹനമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ കണ്ണിൽ മരുന്നൊഴിക്കൽ കൊണ്ട് നോമ്പ് മുറിയൂല. കണ്ണിന് സുഖമില്ല, നോമ്പുകാരിയാണ്, കണ്ണിൽ മരുന്നൊഴിക്കൽ കൊണ്ട് നോമ്പ് മുറിയൂല. ഇഞ്ചക്ട് ചെയ്യൽ കൊണ്ട് നോമ്പ് മുറിയൂല. സുറുമയിടൽ കൊണ്ട് നോമ്പ് മുറിയൂല. അതൊക്കെ ചെയ്യാം. കണ്ണിൽ മരുന്നൊഴിക്കാം, അതൊക്കെ ഒരു സംശയമാണ്, അതുകൊണ്ട് നോമ്പ് മുറിയൂല. മൂക്കിൽ മരുന്നൊഴിച്ചാൽ നോമ്പ് മുറിയും, തുറന്ന അവയവമായതുകൊണ്ട്. അതേപോലെ ബ്ലഡ്
ചിലർക്ക് അങ്ങനെ സംശയമുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്നു, അല്ലെ ബ്ലഡ് കൊടുക്കുന്നു, കുഴപ്പമില്ല, നോമ്പ് മുറിയൂല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. അപ്പൊ ഇതുകൊണ്ടൊന്നും നോമ്പ് മുറിയൂല. നമുക്ക് കണ്ണിൽ മരുന്നൊഴിക്കാം, ബ്ലഡ് കൊടുക്കാം, ബ്ലഡ് ചെക്കിങ്ങിനെടുക്കാം, അതിനൊന്നും ഒരു പ്രശ്നമേ അല്ല. ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അതെ നോമ്പുമായിട്ട് ദാടി വെട്ടാവോ മുടി വെട്ടാവോ, ഇതിനെന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അതൊന്നും നോമ്പിന് ബാധിക്കുന്ന വിഷയങ്ങളല്ല. അതൊക്കെ നമ്മൾ വളരെ ഗഹനമായി ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യമാണ്. പലർക്കും ഇതൊക്കെ ഒരു സംശയമാണ്. അതുകൊണ്ട് ഇത്യാദി കാര്യങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ഛർദിൽ വന്നിട്ട് ഛർദിച്ചു, നോമ്പ് മുറിയൂല. ഛർദിൽ വന്നിട്ട് ഛർദിച്ചു, മറിച്ചൊരാൾ ഉണ്ടാക്കി ഛർദിച്ചു, അയാളുടെ നോമ്പ് മുറിഞ്ഞു പോകും. ഉണ്ടാക്കി ഛർദിച്ചാൽ നോമ്പ് മുറിയും, ഛർദിൽ വന്ന് ഛർദിച്ചാൽ നോമ്പ് മുറിയുകയില്ല. ഇതൊക്കെ നോമ്പുമായിട്ടുള്ള ഒരു മസ്അലകളാണ്. യജമാനനായ തമ്പുരാൻ നമുക്കർഹമായ രീതിയിൽ ഇനിയും ധാരാളം പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റവസരങ്ങളിൽ നമുക്ക് പങ്കുവയ്ക്കാം. അള്ളാഹു അർഹമായ രീതിയിൽ അമല് ചെയ്ത് പുണ്യം നേടുന്ന വിശ്വാസികളിൽ യജമാനനായ റബ്ബ് എന്നെയും നിങ്ങളെ എല്ലാവരെയും, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.